കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi everyone. So today we are going to look into IGNOU Focus 5.0, which is an analysis or ultimate analysis of previous year question papers of IGNOU. Okay, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് IGNOUന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. നമ്മൾ നോക്കാൻ പോകുന്ന പേപ്പർ MEG 01, MA ഇംഗ്ലീഷിന്റെ MEG 01, വിച്ച് ഇസ് ബ്രിട്ടീഷ് പോയട്രി. ഓക്കെ, അതാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഡോക്യുമെന്റിലൂടെ അല്ലെങ്കിൽ ഇതിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് തിങ് ഈസ് സിലബസ് മാപ്പിംഗ്. നമ്മൾ ഓരോ ബ്ലോക്സിലും യൂണിറ്റ്സിലുമുള്ള കീ പോയിന്റ്സ്, അതിന്റെ ഹിസ്റ്റോറിക്കൽ റെലവൻസ്, അതിന്റെ ടിപ്പിക്കൽ ആംഗിൾ ഓഫ് ക്വസ്റ്റനിങ്, ഇതൊക്കെ നമ്മൾ നോക്കും. അതായത് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു, അത് ഏത് പോർഷനിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്, അതൊക്കെ നമ്മൾ നോക്കും. ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഫോമാറ്റ്സ് അക്രോസ് സെഷൻസ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ലോങ് ആൻസറിന് എങ്ങനെ ആൻസർ ചെയ്യണം, ഷോർട്ട് ആൻസറിന് എങ്ങനെ ആൻസർ ചെയ്യണം, RTCയിൽ എങ്ങനെ ആൻസർ ചെയ്യണം, ഇതൊക്കെ നമ്മൾ നോക്കും. ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ ആണ്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന തീംസ് ഏതാണ്, പോയിറ്റ്സ് ഏതാണ്, പാസേജസ് ഏതാണ്, ഇതൊക്കെ നമ്മൾ നോക്കും. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഏതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് കൊടുക്കേണ്ടത്, ഏതാണ് കമ്പാരിറ്റീവ്ലി കുറച്ച് വെയിറ്റ് കൊടുക്കേണ്ടത്, അതായത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ നോക്കും. ദെൻ വിൽ ബി ഹാവിങ് എ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ, നമ്മളൊരു പ്രെഡിക്റ്റീവ് പേപ്പറും കൂടെ നോക്കും. ഓക്കെ, ഇതൊക്കെ വെച്ച് അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതും നമ്മൾ ഇതിൽ നോക്കും. ദെൻ മോഡൽ ആൻസർ ആൻഡ് മാർക്കിംഗ് സ്കീം. ഓക്കെ, ആൻസേഴ്സും അതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ എക്സാം റെഡി ഔട്ട്ലൈൻസ് ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള ഒരു ഐഡിയയും നിങ്ങൾക്ക് തരും. ഓക്കെ, ഇനി നമ്മള് അറിയാലോ ഡിസംബറിൽ നമുക്ക് എക്സാം വരാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാലം പഠിച്ച പോലെയല്ല, ഇറ്റ് ഷുഡ് ബി മോർ ഫോക്കസ്ഡ് ഓൺ എക്സാംസ് അല്ലെ. നമ്മൾ ഇനി പഠിക്കുന്നത് നമ്മൾ കുറച്ചും കൂടെ എക്സാം ഫോക്കസ്ഡ് ആയിരിക്കണം. നമുക്ക് കുറച്ചും കൂടെ എക്സാമിൽ എങ്ങനെ അപ്പിയർ ചെയ്യാം, എങ്ങനെ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതാം, ഇങ്ങനെയുള്ള ഒരു ഐഡിയ ആയിരിക്കും ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ നമ്മൾ സിലബസ് മാപ്പിംഗ് എടുത്തിട്ടുള്ളത് ഏതൊക്കെ PYQs നോക്കിയിട്ടാണെന്ന് വെച്ചാൽ ജൂൺ 2021, ഡിസംബർ 2022, ജൂൺ 2023, ഡിസംബർ 2023, ജൂൺ 2024, ഡിസംബർ 2024 ആൻഡ് ജൂൺ 2025 ആണ്. ഓക്കെ, ആൻഡ് നമ്മളിവിടെ സ്കോറിംഗ് റൂൾസ് കൊടുത്തിട്ടുള്ളത്, അതായത് 10ൽ കൂടുതൽ അല്ലെങ്കിൽ 10 അപ്പിയറൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ വെരി ഹൈ റെലവൻസ് അല്ലെ, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒരു 10, 11 ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങളായിരിക്കും. ദെൻ ഫോർ മീഡിയം വരുന്നത് 5 to 9. ഓക്കെ, 5 to 9 അപ്പിയറൻസസ് ആണെങ്കിൽ അതിന് നമ്മളൊരു മീഡിയം റെലവൻസ് കൊടുക്കണം. ഇറ്റ്സ് നോട്ട് വെരി ഹൈ ബട്ട് സ്റ്റിൽ നോട്ട് ലോ. ഓക്കെ, ആൻഡ് ഫോർ ദ ലോ പ്രിഫറൻസ് നമ്മൾ 5ൽ താഴെയാണ് അപ്പിയറൻസ് എങ്കിൽ ഇറ്റ് ഹാസ് എ ലോ റെലവൻസ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് move into each blocks. Block 1 Unit 3 background ആണ് ടോപ്പിക്, അതിന്റെ അപ്പിയറൻസ് 0 ആണ്. ഓക്കെ, അപ്പം ഇറ്റ് ഹാസ് എ വെരി ലോ റെലവൻസ്. ഓക്കെ, then comes block 1 Unit 3 cultural, that also has 0 appearance. ഓക്കെ, 0 appearance ആണ്. അപ്പൊ എന്താണ്, അതിനും റെലവൻസ് വളരെ കുറവാണ്. ഓക്കെ, ആൻഡ് ബ്ലോക്ക് 1 Unit 3 historical background, അതിനും റെലവൻസ് അപ്പിയറൻസ് 0 ആണ്. സോ അതിന്റെയും റെലവൻസ് വെരി ലോ ആണ്. ഓക്കെ, ബ്ലോക്ക് 1 വരുമ്പോൾ Unit 3 ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട്, ഇറ്റ് ഓൾസോ ഹാസ് 0 അപ്പിയറൻസ് ആണ്. അപ്പം അതിന്റെ റെലവൻസും വളരെ കുറവാണ്. ദെൻ ബ്ലോക്ക് 1 Unit 3 ലിറ്റററി ബാക്ക്ഗ്രൗണ്ട്, അതിനും അപ്പിയറൻസ് 0 ആണ്. സോ അതുകൊണ്ട് തന്നെ അതിനും റെലവൻസ് കുറവാണ്. ബ്ലോക്ക് 1 Unit 3 ദ ഏജ് ഓഫ് ചോസർ, 2 അപ്പിയറൻസ് ആണ്. രണ്ടിനും നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, 5ന്റെ താഴെ വരുമ്പോൾ ഇറ്റ്സ് റെലവൻസ് ഇസ് ലോ. ഓക്കെ,
പക്ഷെ ഇത്രയും നമ്മൾ ബ്ലോക്ക് 1 നോക്കിയിട്ട് യൂണിറ്റ് 3 ദ ഏജ് ഓഫ് സോസറിൽ നിന്നാണ് ആകെ 2 അപ്പിയറൻസ് വന്നിട്ടുള്ളത്. വെരി ലോ ആണ്, ബട്ട് സ്റ്റിൽ യു ഹാവ് ടു ലുക്ക് ഇൻ ടു ഇറ്റ്. ഓക്കെ, ദിസ് ഇസ് എ ബാർ ചാർട്ട്. ബാർ ചാർട്ടിൽ നമുക്ക് കാണാം വെരി ഹൈ റെലവൻസസ് ഫോർ ബ്ലോക്ക് 9. ബ്ലോക്ക് 9 നല്ല റെലവൻസ് കാണാം നമുക്ക് ഇവിടെ. ദെൻ ഫോർ ബ്ലോക്ക് 2 ബ്ലോക്ക് 3, ബ്ലോക്ക് 4, ബ്ലോക്ക് 6, ബ്ലോക്ക് 8. ഓക്കെ, ഇതിൽ വെരി ലോ റെലവൻസ് വരുന്നത് ബ്ലോക്ക് 7ഉം ബ്ലോക്ക് 1ഉം ആണ്. ഓക്കെ, ലോ റെലവൻസ് ആണുള്ളത്. ഓക്കെ, ദിസ് ഇസ് ഓൾസോ എ ഹീറ്റ് മാപ്പ് സമ്മറി. And let's look into point specific appearance. Okay, T.S. Eliotന്റെ വേസ്റ്റ് ലാൻഡ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. മൾട്ടിപ്പിൾ സെഷൻസിൽ കൺസിസ്റ്റന്റ് ലോങ് ആൻസർ പ്രോംസ്, അതായത് വെരി ഹൈ റെക്കറൻസ് ആണ്. കുറേ പ്രാവശ്യം ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വേസ്റ്റ് ലാൻഡിനെ കുറിച്ചുള്ളത്. ഓക്കെ, ദ വേസ്റ്റ് ലാൻഡ് ബൈ T.S. Eliot. സോ ഇറ്റ് ഹാസ് എ വെരി ഹൈ റെലവൻസ്. നമ്മൾ എന്തായാലും നോക്കി പോകേണ്ട ഒരു ഭാഗമാണ് അത്. Then comes DJ Rossetti, the Blessed Damsel. Blessed Damsel സ്റ്റഡി വിസിബിലിറ്റി ആണ്. ഭയങ്കര ഹൈ അല്ല, ഭയങ്കര ലോ അല്ല, ഒരു മീഡിയം ലെവലിൽ സ്റ്റഡി ആയിട്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് DJ റോസറ്റിന്റെ ബ്ലെസ്ഡ് ഡാമസൽ എന്നുള്ളത്. എസ്സേയിലും വരാറുണ്ട്, ചോയ്സ് സെറ്റിലും വരാറുണ്ട്. അപ്പം കീപ് ദാറ്റ് ഇൻ മൈൻഡ്, നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അത്യാവശ്യം. ദെൻ കംസ് ST കോൾറിഡ്ജ്, കുബ്ല ഖാൻ. RTCയിലും അതേപോലെ തന്നെ തീമാറ്റിക് അനാലിസിസിലും റെക്കറൻസ് നമുക്ക് കാണാൻ പറ്റും. ഒരു മിഡ് ടു ഹൈ വെയിറ്റ് തന്നെ കുബ്ല ഖാനും നമുക്ക് കൊടുക്കാം. ഓക്കെ, ഭയങ്കര ലോ അല്ല, മിഡിലും ഹൈയിലും തന്നെ വരുന്നതാണ് കുബ്ല ഖാനും. ദെൻ കംസ് പോയിറ്റ് ഓർ തീം. ഓക്കെ, നമ്മൾ പോയിറ്റ് അല്ലെങ്കിൽ തീം വെച്ചിട്ട് നോക്കുകയാണ്. എലിയറ്റിൻ്റെത് വരുമ്പോൾ ഫ്രീക്വന്റ് ഡയറക്റ്റ് പ്രോംപ്റ്റ്സ്. ഓക്കെ, നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എലിയറ്റിൻ്റെത്. പിന്നെ അതിൽ മെയിൻ ആയിട്ടും ക്വസ്റ്റ്യൻസ് മോഡേണിസ്റ്റ് ടെക്നിക്സിനെ കുറിച്ചായിരിക്കാം, മിത്തിനെ കുറിച്ചായിരിക്കാം, സിംബോളിസത്തിനെ കുറിച്ചും ആയിരിക്കാം. ദെൻ കംസ് ഈറ്റ്സിൻ്റെത് വരുമ്പോൾ റെക്കറന്റ് കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കാറ് ഈറ്റ്സ് എന്നാണ്. അതിൽ മെയിൻ ആയിട്ടും ഹിസ്റ്ററി, സിംബോളിസം, സെലക്ടഡ് ലിറിക്സ് ഇതൊക്കെയാണ് വരുന്നത്. ദെൻ കംസ് മിൽട്ടൻ്റെതിൽ സെഷൻസിൽ അപ്പിയർ ചെയ്യാറുണ്ട് ലിസീഡിയാസ് അല്ലെങ്കിൽ പേഴ്സോണിഫിക്കേഷനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ദെൻ യു ഓൾസോ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് പ്യൂരിറ്റൻ കോണ്ടെക്സ്റ്റ്. ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി നമ്മൾ എക്സാം പാറ്റേൺ ഒന്ന് നോക്കുകയാണ്. ഫോർമാറ്റ് വരുന്നത് ലോങ് എസ്സേസ് ഉണ്ടാവും, RTC അല്ലെങ്കിൽ അനോട്ടേഷൻ വരും. അതായത് നമുക്ക് അറിയാലോ, കുറച്ച് ലൈൻസ് ഓഫ് പോയം തന്നിട്ട് അതിന്റെ എന്താണ് അതിന്റെ കോണ്ടെക്സ്റ്റ്, ആരാണ്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് RTC അല്ലെങ്കിൽ അനോട്ടേഷൻ എന്ന് പറയുമ്പോൾ. ക്ലോസ് റീഡിങ് അല്ലെങ്കിൽ അപ്രീസിയേഷൻസ് വരാറുണ്ട്, ഷോർട്ട് നോട്ട്സ് വരാറുണ്ട്. ഇത്രയാണ് വരാറ്. അപ്പം ലോങ് എസ്സേസ് നമുക്കറിയാം 20 മാർക്സ് ആണ് ഈച്ച് വരിക. ഓക്കെ, വെരി ഹൈ ഫ്രീക്വൻസി. ഓക്കെ, 35% നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ലോങ് എസ്സേയിൽ നിന്നാണ്. 450 to 600 വേർഡ്സ് ആണ് ലോങ് എസ്സേയിൽ വരേണ്ടത്. ദെൻ ഫോർ അനോട്ടേഷൻ 20 മാർക്സ് ആണ് വരിക. ഒന്നിന് 10 വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 150 to 200 വേർഡ്സ് എഴുതണം. ഇറ്റ് ഓൾസോ ഹാസ് എ ഹൈ ഫ്രീക്വൻസി വിച്ച് ഇസ് 28%. ഓക്കെ, ദെൻ ക്ലോസ് റീഡിങ് അല്ലെങ്കിൽ അപ്രീസിയേഷൻസ് എഴുതുമ്പോൾ 10 മാർക്സ് ആണ് വരുന്നത്. അതിലും 200 to 250 വേർഡ്സ് എഴുതണം. അതിന് നമുക്ക് ഫ്രീക്വൻസി വരുന്നത് 7% ആണ്. ഇറ്റ്സ് എ മോഡറേറ്റ്. ഓക്കെ, ദെൻ ഷോർട്ട് നോട്ട്സ് ആണ്. ഇറ്റ്സ് ഒക്കേഷണൽ. ഓക്കെ, എപ്പോഴും ഉണ്ടാവുന്നതല്ല. 5 to 8 മാർക്സിനാണ്. 120 to 150 വേർഡ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. 5% ആണ്, ലോ ഫ്രീക്വൻസി ആണ്. ഓക്കെ, ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നമുക്ക് നോക്കാം. അക്രോസ് ലാസ്റ്റ് 5 എക്സാംസ് വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് നോക്കുമ്പോൾ ബ്ലോക്ക് 1 10, 12, 14, 10, 12 and 11.6 ആണ് ആവറേജ് ആയിട്ട് വരുന്നത്. അപ്പം ടോട്ടൽ ഷെയർ മാർക്കിന്റെ 11% ബ്ലോക്ക് 1 എന്ന് വന്നിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 വരുമ്പോൾ ടോട്ടൽ ഷെയർ 18% വരുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ. ദെൻ ബ്ലോക്ക് 3 വരുമ്പോഴും 18% ആണ് ടോട്ടൽ ഷെയർ വരുന്നത്. ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടന്റ് അല്ലേ. ഇനി നമുക്ക് ബ്ലോക്ക് 4 നോക്കുമ്പോൾ 9% ആണ്, കമ്പാരിറ്റീവ്ലി ലോ ആണ്. ബ്ലോക്ക് 5 വരുമ്പോൾ 13% ആണ്, അത്യാവശ്യം ഉണ്ട്. ദെൻ
Block 6 വരുമ്പം 10% ആണ്. അതും കമ്പാരിറ്റീവ്ലി ലോ ആണ്, ബട്ട് സ്റ്റിൽ നോട്ട് സോ വെരി ലോ അല്ലെ. ദെൻ ബ്ലോക്ക് 9 വരുമ്പം 21% ഉണ്ട്. കീപ് ഇൻ മൈൻഡ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബ്ലോക്ക് 9 നല്ലോണം ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ദിസ് ഇസ് എ ട്രെൻഡ് വിഷ്വലൈസേഷൻ. ഇത് നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ വെയിറ്റും കാര്യങ്ങളും ഒന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഡിഗ്രി പേജ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36 വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. Okay. Then pattern highlights. Long essay questions consistently occupy 35% of paper weight. Paper weight 35% long essay ആണ്. 25% to 30% annotation അല്ലെങ്കിൽ RTC ആണ് വരുന്നത്. 2023 മുതൽ റീഎമേർജ് ചെയ്തിട്ടുള്ളതാണ് അപ്രീസിയേഷൻ. 10 മാർക്സ് ആണ് ഫീച്ചർ ചെയ്യാറ്. ഓക്കെ, പ്രിപ്പറേഷൻ ടിപ്പ്. നമ്മൾ 3 hour പേപ്പർ ആണ് അല്ലെ. നമുക്ക് ഇത് 3 hour പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടൈം കറക്റ്റ് ആയിട്ട് പ്രപ്പോർഷനേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലോങ് എസ്സേക്ക് ഒരു 70 minutes കൊടുക്കുക. അതായത് 2 എണ്ണാണല്ലോ, 20 മാർക്സിന്റെ 2 എണ്ണാണ് ഉണ്ടാവുക. അത് 70 minutes അത് രണ്ടും കംപ്ലീറ്റ് ചെയ്യുക. ദെൻ അനോട്ടേഷൻ വരുമ്പോൾ ഒരു 15 minutes എടുക്കുക. 2 എക്സ്ട്രാക്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ക്ലോസ് റീഡിങ്ങിന് ഒരു പോം ആയിരിക്കും അല്ലെങ്കിൽ ഒരു പാസേജ് ആയിരിക്കും ഉണ്ടാവുക. അത് 25 minutes എടുക്കുക. ദെൻ റിസർവ് 15 minutes ഫോർ റിവ്യൂ ആൻഡ് സ്ട്രക്ചറൽ റിഫൈൻമെന്റ്. നമുക്കൊന്ന് പ്രോപ്പർ ആയിട്ടാണോ നമ്മൾ എഴുതിയിട്ടുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് 15 minutes എടുക്കുക. ദാറ്റ് ഈസ് ഹൗ യുവർ പേപ്പർ ഷുഡ് ബി. ഓക്കെ, യുവർ ടൈം ഷുഡ് ബി ഡിവൈഡഡ്. ഓക്കെ, ഇനി നമ്മൾ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുകയാണ്. First question is, explain any two of the following passage with reference to context. ഇത് നമുക്ക് വരാറ് 9 appearance count ഉണ്ട്. Okay, total of 9 ഉണ്ട്. അപ്പം it's very high relevance. It has a very high relevance. Write a critical note on Milton's poetic style with reference to Lycidias. അതിനും നമുക്ക് 7. Okay, 7 times appearance count ഉണ്ട്. Discuss the use of the imagery and myth in T.S. Eliot's The Wasteland 6 times. Write a detailed essay on Wordsworth's theory of poetry and poetic diction 5 times. Critically appreciate Coleridge's Kubla Khan 5 times. Okay, write short notes on metaphysical poetry, features of the metaphysical school 5. Okay, comment on the characteristics of romantic poetry with suitable example 4 times. And write an essay on the development of satire in Pope's The Rape of the Lock 4 times appear ചെയ്തിട്ടുണ്ട്. Critically examine each use of symbolism in sailing to Byzantium or the Second Coming. അത് 3 times ആണ് വന്നിട്ടുള്ളത്. Discuss Chaucer as the father of English poetry. അതും 3 times ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് 9 9 appearance ഉണ്ട്. ആവറേജ് മാർക്ക് 20 ദെൻ മിൽട്ടന്റെ നമ്മൾ പറഞ്ഞു. ബ്ലോക്ക് 5 7 times അപ്പിയർ ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് 9 6 times വരുന്നുണ്ട്. എലിയറ്റ് ദ വേസ്റ്റ്ലാൻഡ്, വേർഡ്സ്വർത്ത് തിയറി ഓഫ് പോയട്രി. ബ്ലോക്ക് 3 5 times. അപ്പം കോൾറിഡ്ജിന്റെ കുബ്ല ഖാൻ ബ്ലോക്ക് 6 വരുന്നത് 5 times വന്നിട്ടുണ്ട്. എപ്പോഴും കീപ് ഇൻ മൈൻഡ് ബ്ലോക്ക് 9 is very high importance. Give very high importance to block 9. Okay. Then comes പിന്നെ നമുക്ക് മിൽട്ടൻ്റെത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ലിസീഡിയാസ്. പിന്നെ നമുക്ക് ബ്ലോക്ക് 9 6 times വരുന്നതാണ് വേസ്റ്റ്ലാൻഡ്. ഓക്കെ, മെറ്റാഫിസിക്കൽ പോയട്രി ഫീച്ചേഴ്സ് ബ്ലോക്ക് 2 വരുന്നത് 5 times ആണ്. റൊമാൻറ്റിക് പോയട്രി ട്രേറ്റ്സ് ബ്ലോക്ക് 3 4 times. Pope satire and rape of the lock block 5 4 times വരുന്നുണ്ട്. Eats symbolism block 9 3 times. Chaucer father of English poetry block 1 3 times വന്നിട്ടുണ്ട്. Okay, practice twice timed. Okay, you have to rehearse each top 10 questions under exam conditions.
ഓക്കെ, നമ്മളൊന്ന് എഴുതി നോക്കുക. ഓക്കെ, ഒരു ഔട്ട്ലൈൻ, ഒരു 5 minutesലുള്ള ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി ഒരു 12 to 15 minutes ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ദെൻ പോയിന്റിന്റെ ഫോക്കസ് റൊട്ടേറ്റ് ചെയ്യുക. ലൈക്ക് ഓരോ മേജർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഓരോ മൂവ്മെന്റ്സും തീംസും ഒക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ദെൻ ലൈൻസ് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ലൈൻസ് മാക്സിമം മെമ്മറൈസ് ചെയ്യുക. ഓക്കെ, ഓരോ പോയിന്റ്സിൻ്റെതും നമ്മൾ മെമ്മറൈസ് ചെയ്യുക. പിന്നെ നമുക്ക് പ്രോബബിലിറ്റി ആണ്, ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് ആണ് ഇനി. പ്രോബബിലിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 2 വരുന്നത് യൂണിറ്റ് 8 ഇംഗ്ലീഷ് റിനൈസൻസ് പ്രോബബിലിറ്റി 100% ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 9 ഇംഗ്ലീഷ് നാഷണലിസം 100%. Block 5, Unit 22, the literary context, 100%. Block 10, Unit 15, the wasteland, 74.1. Block 10, Unit 50, the wasteland, 74.1. Okay. അപ്പൊ അതിന്റെയൊക്കെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സ്ക്രിപ്റ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള. ദെൻ നമ്മൾ പറഞ്ഞു ഹൈ പ്രയോറിറ്റി വരുന്നതിന് ഒരു 2-page നോട്ട്സ് ഉണ്ടാക്കുക ഓരോ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടും. അതേപോലെ തന്നെ ഒരു 2 പ്രാവശ്യം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഓരോ പോയിന്റ്സിന്റെ 3 കൊട്ടേഷൻസ് എങ്കിലും മെമ്മറൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി മീഡിയം റെലവൻസ് വരുന്നതിനാണെങ്കിൽ നമുക്ക് ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കാം. എന്നിട്ട് അതേപോലെ തന്നെ നമ്മളിപ്പം ടീച്ചറായിട്ടും നമ്മുടെ മുന്നിലെ സ്റ്റുഡൻസ് ഉള്ള പോലെ ഒരു ഇമാജിനറി അറ്റംപ്റ്റ്സ്, അവരെ പഠിപ്പിക്കുന്ന പോലെയുള്ള ഒരു ഇമാജിനറി അറ്റംപ്റ്റ്സ് നമുക്ക് കൊണ്ടുവരാം. ദെൻ ലോ ആയിട്ട് വരുന്ന 40% ബിലോ വരുന്നതിനൊക്കെ നമുക്കൊന്ന് ഓരോ ടോപ്പിക്കിന്റെയും ഔട്ട്ലൈൻസ് ഒന്ന് എടുത്ത് അതിന്റെ കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് സ്കിം ചെയ്ത് നോക്കിയിട്ട് അങ്ങ് പോവാം. ഓക്കെ, ഇനി നമ്മൾ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരുന്നത്. Suppose this is your term and examination question paper. December 2025 നിങ്ങളുടെ ബ്രിട്ടീഷ് പോയട്രീന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ് എന്ന് വിചാരിക്കുക. ഇതൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ ഇത്രയും അനാലിസിസ് നടത്തിയിട്ട് കിട്ടിയ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, 3 hours ആണ് ടൈം, മാക്സിമം 100 മാർക്സിനാണ്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഒന്ന് റീഡ് ചെയ്തിട്ട് പോവാം. Explain any two of the following with reference to context. കോണ്ടെക്സ്റ്റിനനുസരിച്ച് ഏതെങ്കിലും 2 എണ്ണത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പൺ ദ ടെമ്പിൾ ഗേറ്റ്സ് ഓൺ ടു മൈ ലവ്, ഓപ്പൺ ദം വൈഡ് ദാറ്റ് ഷീ മേ എൻറ്റർ ഇൻ, ആൻഡ് ലെറ്റ് ദ ക്വയർ വിത്ത് മാരേജ് ഹൈൻസ് റിമൂവ് ഓൾ jealous fears that would the rights abin. Okay, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Then for B, she was a worthy woman I'll hear away, housebones at shish door she had 5, without an other campaign in youth, but thereof needeth not to speak as nought. That is the second question. Then for C, I wonder by my throat what thou and I did till we loved, were we not weaned till then, but sucked on country pleasures childishly, or snorted we in the 7 sleepers' den. Next one, B, has thee nymph and bring with thee jest and youthful jollity, quips and cranks and wanton wiles, notes and decks and wreath smile. Okay, this is the first part. And for the second part, we have the second question. Compare and contrast epithalamion and prothalamion as wedding songs, paying close attention to occasion, structure, refrain, river or seasonal imagery, and the celebration of chastity and fecundity. Milton's third question is, Milton's epic imagination was forged in the furnace of history. Discuss the cultural, religious, and political forces that shaped Milton into a major English epic poet, illustrating from the prescribed texts. Okay, next, fourth question is, explain the salient features of Romanticism as reflected in the prescribed Romantic poets, with reference to nature, imagination, the self, and the role of memory and vision. And for the fifth question we have, bring out the imagist textures and montage-like techniques in T.S. Eliot's The Wasteland, commenting on image clusters, juxtaposition, and the interplay of myth and modernity. And for the sixth question we have, write a detailed note on the theme and structure of Philip Larkin's Church Going, with comments on tone,
movement, and the poem's reflection on belief in modern secular life. And for the seventh question, we have write critical appreciation of any two of the following. Okay, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിന്റെ critical appreciation എഴുതാനാണ്. Fra Lippi, B. Sailing to Byzantium, C. Ode to a Nightingale, D. Goblin Market, E. Lapis Lazuli. This is your question paper analysis and everything. I hope it's okay for you. And be confident enough to write your exam proper ആയിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നല്ലോണം പ്രിപ്പയർ ചെയ്ത് എക്സാമിന് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ഫോർ എവ്രി വൺ. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെർൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.